ഞാൻ ഇതുവരെ ഇത് എവിടെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഇതിനെ കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിപ്പോ പറയുന്നത്. രാത്രി ഒരു 1:30 മണിക്ക് എനിക്കൊരിക്കലും രാത്രി കാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല. പക്ഷെ ഒരു 1:30 മണിയായപ്പോ എനിക്കൊരു കോൾ വന്നു. നോക്കുമ്പോ ദിലീപായി. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഈ രാത്രി 1:30ക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, അത് കുറച്ച് പ്രശ്നമാണ് ചേച്ചി എന്ന് പറഞ്ഞു. അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കും, നിങ്ങളുടെ ഭാര്യയല്ലേ, സംസാരിക്കും എന്ന് പറഞ്ഞു. കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു. ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. രാവിലെ ഒരു 6-6:30 മഞ്ജു എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മഞ്ജു ഇത് ഞാൻ മഞ്ജുവിനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ, ഞാനിത് പുറത്ത് പറയാൻ പോവുകയാണെന്ന്. ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല, പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുവിന്റെ പെർമിഷനോട് കൂടെ ഞാൻ പുറത്ത് പറയുകയാണ്, ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്ത് വരാതിരിക്കാനാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം, ചേച്ചി ഇതിനെ കുറിച്ച് ഒന്നും അറിയണ്ട, കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്നിങ്ങനെ പറഞ്ഞു. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലയാള സിനിമയുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മഞ്ജു വാര്യർ. അവരുടെ ഒരു രണ്ടാം തിരിച്ചുവരവ്, അതായത് അഭിനയത്തിലേക്കുള്ള ഒരു രണ്ടാം വരവ്, അത് അന്നും ഇന്നും എന്നും അതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ലേഡി സൂപ്പർ സ്റ്റാറിനെ എല്ലാവർക്കും, അതായത് മലയാളികൾക്ക് എല്ലാം ഒരുപാട് ഇഷ്ടവുമാണ്. ഇപ്പോഴാണെങ്കിൽ വളരെ ചെറുപ്പമായ ഒരു മഞ്ജു വാര്യരെയാണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പഴയ ഒരു കോലം അനുസരിച്ച് ഇപ്പം വളരെ ചെറുപ്പമായി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അവരാണെങ്കിൽ ഈ മഞ്ജു വാര്യർ എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണെന്നാണ് ഈ മഞ്ജു വാര്യരുടെ ആരാധകർ പറയുന്നത്. ശരിക്കും ഇവര് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവാണ്. ഒരു വല്ലപ്പോഴും ഒക്കെ നല്ല ഫോട്ടോസും ഒക്കെ അവർ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. നൃത്തത്തിന് മഞ്ജുവിന്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിന് ശേഷം അഭിനയിക്കാനായാലോ നൃത്തത്തിനായാലോ ഒന്നിനും തന്നെ പോയിട്ടും ഇല്ലായിരുന്നു. അതിനോടെല്ലാം മാറിയാണ് നടന്നിരുന്നത്. എന്നാൽ ദിലീപുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞതിന് ശേഷം വീണ്ടും നൃത്തത്തിലേക്കാണ് ഈ മഞ്ജു വാര്യർ ആദ്യം തന്നെ ചുവടുവെച്ചത്. ഒരു ക്ഷേത്ര പരിപാടിയുടെ ഭാഗമായിട്ട് മഞ്ജു വാര്യരുടെ നൃത്തം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അമ്പലത്തിലെ കമ്മിറ്റിക്കാര് ഭാഗ്യലക്ഷ്മി, മഞ്ജു വാര്യരുടെ സുഹൃത്തായ ഭാഗ്യലക്ഷ്മിയാണ് സമീപിച്ചത്. മഞ്ജു വാര്യറും ദിലീപും തമ്മിലുള്ള ബന്ധം വേർപിരിയുന്ന സമയത്ത് മഞ്ജു വാര്യരുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഇത് മഞ്ജു വാര്യർ തന്നെ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഭാഗമാണ് ആ വിഷയത്തിൽ. എനിക്ക് മഞ്ജു വാര്യരെ ഒരു പരിചയമില്ല. ഞങ്ങൾ ആകെ ഒരു പ്രാവശ്യം എന്തോ കണ്ടിട്ടുള്ളൂ ആ സമയത്ത്. എനിക്ക് മഞ്ജുവിനോട് യാതൊരു അടുപ്പമില്ല. എന്നാൽ എനിക്ക് ദിലീപുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നു. ഈ കരിക്കം ക്ഷേത്രത്തിൽ ഡാൻസ് കളിച്ചതിനെ കുറിച്ച് എവിടെയോ ഒരു ഇത് ഞാൻ വായിച്ചു, അനൂപ് പറഞ്ഞതായിട്ട് വായിച്ചിരുന്നു. ഈ കരിക്കം ക്ഷേത്രത്തിലുള്ളവർ എന്നെയാണ് അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മഞ്ജു വാര്യരെ ഒന്ന് സംഘടിപ്പിച്ച് തരുമോ ഞങ്ങളുടെ ഈ ഉത്സവകാലത്തെ ഡാൻസിന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പരിചയവും ഇല്ല എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറയരുത് മാഡം, എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. ഞാൻ ഗീതു മോഹൻദാസിനെയാണ് വിളിച്ചത്. കാരണം എനിക്ക് മഞ്ജുവിനെ പരിചയമില്ല, നമ്പറില്ല, ഒന്നുമില്ല. ഗീതു പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചിക്ക് എന്താ മഞ്ജുവിനെ വിളിച്ചാ, ഞാൻ നമ്പർ തരാം, ചേച്ചി മഞ്ജുവിനെ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമോ എന്ന് പറഞ്ഞു. ആക്ച്വലി ആ സമയത്ത് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് ദിലീപിനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയില്ല. ഞാൻ മഞ്ജുവിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ മഞ്ജുവിനോട് ചോദിച്ചു, മഞ്ജു ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചു. കളിക്കും ചേച്ചി, എനിക്ക് കളിച്ചേ പറ്റൂ, കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പ്രശ്നത്തിലാണ്. കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പൈസ ഇല്ല എന്റെ കയ്യില്, അപ്പൊ എനിക്ക് പൈസ വേണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്പലം പറഞ്ഞിട്ടുണ്ട്, പേയ്മെന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്നിട്ട് സംസാരിച്ചോളൂ, ഞാൻ നമ്പർ കൊടുക്കാം എന്ന് പറഞ്ഞു. എന്റെ കഴിഞ്ഞു. അവര് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു. പേയ്മെന്റ് അവര് ചോദിച്ച പേയ്മെന്റ് തന്നെ ഓക്കെ പറഞ്ഞു. അതിൽ യാതൊരു ബാർഗൈനിങ് ഒന്നും അവര് നടത്തിയില്ല. നല്ല രീതിയിലുള്ള ഒരു പേയ്മെന്റ് പറഞ്ഞു. മഞ്ജു എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി അത് ഫിക്സ് ചെയ്തു, ഞാൻ പകുതി അഡ്വാൻസ് തന്നു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞു. ഞാൻ ഇതുവരെ ഇത് എവിടെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഇതിനെ കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിപ്പോ പറയുന്നത്. രാത്രി ഒരു 1:30 മണിക്ക് എനിക്കൊരിക്കലും രാത്രി കാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല. പക്ഷെ ഒരു 1:30 മണിയായപ്പോ എനിക്കൊരു കോൾ വന്നു. നോക്കുമ്പോ ദിലീപായി. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഈ രാത്രി 1:30ക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, അത് കുറച്ച് പ്രശ്നമാണ് ചേച്ചി, ചേച്ചിയാണോ അമ്പലത്തിൽ ഇങ്ങനെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തത്? ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തില്ല, വരില്ലെങ്കിൽ കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. കളിക്കാൻ പാടും, അത് അവിടെ കളിക്കാൻ പാടും. അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കും, നിങ്ങളുടെ ഭാര്യയല്ലേ, സംസാരിക്കും എന്ന് പറഞ്ഞു. ഇല്ല ചേച്ചിയെ ഭയങ്കര സ്നേഹവും ചേച്ചിയോട് ഭയങ്കര ബഹുമാനമാണ്, ചേച്ചി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, 14 വർഷം കൂടെ ജീവിച്ച നിങ്ങൾക്ക് അവളെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് എനിക്ക് എങ്ങനെ അവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു.
അപ്പൊ എന്നോട് കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു, കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു. ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു. അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ അപ്പൊ തന്നെ മഞ്ജുവിന് ഒരു മെസ്സേജ് അയച്ചു, രാവിലെ എന്നെ വിളിക്കണം, അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് മെസ്സേജ് അയച്ചു. രാവിലെ ഒരു 6-6:30 മഞ്ജു എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മഞ്ജു ഇത് ഞാൻ മഞ്ജുവിനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ, ഞാനിത് പുറത്ത് പറയാൻ പോവുകയാണ് എന്ന്. ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല, പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുവിന്റെ പെർമിഷനോട് കൂടെ ഞാൻ പുറത്ത് പറയുകയാണ്, ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്ത് വരാതിരിക്കാനാണ്. അപ്പൊ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു, മഞ്ജു ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു, കുറച്ച് രൂക്ഷമായിട്ടൊക്കെ സംസാരിച്ചു, പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തിക്കൂടെ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം, ചേച്ചി ഇതിനെ കുറിച്ച് ഒന്നും അറിയണ്ട, കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവര് കളിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ നടന്നത്. ഒരു വിഷയത്തിൽ ഞാനൊരു ദൃക്സാക്ഷിയാണ്. ദൃക്സാക്ഷി എന്ന് വെച്ചാൽ ഞാൻ അതിന്റെ ഒരു ഭാഗമാണ് ആ വിഷയത്തിൽ. കാരണം എനിക്ക് മഞ്ജു വരെ ഒരു പരിചയമില്ല, ഞങ്ങൾ ആകെ ഒരു പ്രാവശ്യം എന്തോ കണ്ടിട്ടുള്ളൂ ആ സമയത്ത്. എനിക്ക് മഞ്ജുവിനോട് യാതൊരു അടുപ്പമില്ല, എന്നാൽ എനിക്ക് ദിലീപുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നു. ഈ വിവാഹ ജീവിതം തകർന്നെങ്കിലും ദിലീപിൽ നിന്ന് ജീവനാംശം ഒന്നും വാങ്ങാതെ തന്നെയാണ് മഞ്ജു വാര്യർ ഒരുപാട് ഉയരങ്ങൾ കെട്ടിപ്പടുക്കിയത്. ഈ പിന്നീടുണ്ടായ ഈ സാമ്പത്തിക വളർച്ച, അതായത് മഞ്ജു വാര്യരുടെ പിന്നീട് വെച്ചടി ഉണ്ടായ സാമ്പത്തിക വളർച്ച, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിരുന്നു. മഞ്ജു പിന്നീട് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് വെച്ചടി കയറ്റുമായിരുന്നു. ഏകദേശം 140 കോടിയോളം, അതിനപ്പുറത്ത് അതിൽ കൂടുതൽ ആസ്തി ഉണ്ടെന്നാണ് ഇപ്പൊ കണക്കുകൾ പറയുന്നത്. ഏകദേശം 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ മഞ്ജു വാര്യർ പ്രതിഫലമായിട്ട് വാങ്ങിക്കുന്നത്. ഇത്രയ്ക്കൊക്കെ ഉണ്ടെങ്കിലും യാതൊരുവിധ ആർഭാട ജീവിതവും കാണിക്കുന്നില്ല. അത്ര സിമ്പിളായിട്ടാണ് മഞ്ജു വാര്യർ പൊതു ഇടങ്ങളിൽ പോലും വരുന്നത്. വളരെ സിമ്പിളായ ഡ്രസ്സുകൾ ധരിച്ച് നല്ല മാന്യമായ വേഷത്തിൽ തന്നെയാണ് എല്ലായിടത്തും പോകുന്നത്. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ 10 അനുയായികളെയും കൂട്ടിയിട്ടൊന്നുമല്ല പോകുന്നത്. സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നത്. മണിയമ്പിള്ള രാജു പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഞ്ജു വാര്യർ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യും, അതിന് 10 അനുയായികളെ ഒന്നും വെച്ചിട്ട് ചെയ്യാറില്ല. എവിടെ പോവാനാണെങ്കിലും അങ്ങനെ 10 അനുയായികളെ കൂട്ടിയിട്ടൊന്നും അല്ല പോകുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഈ മഞ്ജു വാര്യർ നടക്കുന്നത് എന്ന് മണിയമ്പിള്ള രാജുവും പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളാണ് കൊയ്തുകൊണ്ടേയിരിക്കുന്നത്. മലയാള സിനിമയിൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മഞ്ജു വാര്യർ, ഉർവശി എന്നിവർ തന്നെയാണ് ഏറ്റവും മുൻനിരയിൽ തന്നെ നിൽക്കുന്നത്. ഞാൻ ഇതുവരെ ഇത് എവിടെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഇതിനെ കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിപ്പോ പറയുന്നത്. രാത്രി ഒരു 1 മണിക്ക്, എനിക്ക് ഒരിക്കലും രാത്രി കാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല, പക്ഷെ ഒരു 1 മണിയായപ്പോ എനിക്കൊരു കോള് വന്നു, നോക്കുമ്പോ ദിലീപായി. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഈ രാത്രി 1:30 എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, അത് കുറച്ച് പ്രശ്നമാണ് ചേച്ചി എന്ന് പറഞ്ഞു. അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കും, നിങ്ങളുടെ ഭാര്യയല്ലേ, സംസാരിക്കും എന്ന് പറഞ്ഞു.